നമസ്കാരം. പ്രകൃതിയുടെ കാഴ്ചകൾ തേടിയുള്ള യാത്രകൾക്ക് ഞാൻ എന്നും തിരഞ്ഞെടുക്കാറുള്ള വാഹനം ബൈക്കാണ്. ചെറിയ പാതകളിലൂടെ, പാടങ്ങളിലെ വരമ്പുകളിലൂടെ, കാനന പാതകളിലൂടെ സഞ്ചരിക്കാൻ, കൂടാതെ മനോഹരമായ കാഴ്ചകൾ തിരയാം, നാട്ടുകാരുമായി നാട്ടുവർത്തമാനം പറയാം, വഴികളെക്കുറിച്ച് ചോദിച്ചറിയാം. അങ്ങനെ കുറേയേറെ സൗകര്യങ്ങളും സന്തോഷവും ലഭിക്കുന്ന യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല. പ്രകൃതിയെ, പഴമയെ, ക്ഷേത്രങ്ങളെ തേടിയുള്ള യാത്രകൾ അതെന്നും ഇരട്ടി മധുരമാണ് ലഭിക്കാറുള്ളത്. അത്തരമൊരു യാത്രയിലേക്കാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. ഒരു പഴമ നിറഞ്ഞ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ച് അതിപുരാതനമായ മേൽതൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നമസ്കാരം. കൈലാട് മേൽതൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. നിരവധി റീൽസുകളും വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വേനൽക്കാലമാണ്, അതിൻ്റെ ഒരു പച്ചപ്പ് കുറവുണ്ട്. ക്ഷേത്രം അടച്ച സമയമാണ്, അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചില്ല. ക്ഷേത്രത്തിന് പുറത്തെ വരമ്പിലൂടെ കടന്നു വരുമ്പോൾ കണ്ട കാഴ്ചയാണ്. പഴയ വീടുകളുണ്ട്, അതുപോലെ തന്നെ മലകൾ, പ്രകൃതി രമണീയമായ പാടങ്ങൾ, പഴയ ഒരു ക്ഷേത്രം. ഇതൊക്കെ മലയാളികളുടെ പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളെ പുതുക്കുന്ന തരത്തിലുള്ളതാണ്. അതിമനോഹരമായ കാഴ്ച എന്നതിന് അപ്പുറം നമ്മുടെ മനസ്സിലെ ഗൃഹതുരുത്തം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മധുരമുള്ള ഓർമ്മകളാണ് ഇത്തരം പഴമകൾ നമുക്ക് സമ്മാനിക്കുക. അത്തരം കാഴ്ചകളിലൂടെ നമുക്ക് കടന്നു പോകാം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള കൈലിയാട് ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരവധി ക്ഷേത്രങ്ങൾ കാണാം. അതിൽ പ്രധാനപ്പെട്ട പഴമ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് ഇത്. കാർഷികതയുടെ മനോഹരമായ ചിത്രങ്ങൾ, പാടങ്ങളെല്ലാം വിശാലമാണ്. ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. പരമ്പരാഗത കേരളീയ ശൈലി പ്രകടമാക്കുന്ന വാസ്തുവിദ്യ. പച്ചപ്പിനാൽ ചുറ്റപ്പെട്ട പ്രശാന്തമായ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ആയിരക്കണക്കിന് വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. പാടങ്ങളിലൂടെ, അതിൻ്റെ അരികിലൂടെ ഉള്ള വിശാലമായ വരമ്പിലൂടെ നടന്ന് ക്ഷേത്രത്തെ കാണുവാൻ അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. തൊട്ടടുത്തുള്ള പഴമ നിറഞ്ഞ ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ സാധിച്ചു. ഈ വീടിൻ്റെ അരികിലൂടെ മഴക്കാലത്ത് ഒഴുകുന്ന ചെറിയ വെള്ളച്ചാലുകൾ, അരുവി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത് ഒഴുകുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് അത്രയും മനോഹരമായിരിക്കും ഈ ക്ഷേത്രവും പരിസരവും. മഴക്കാലങ്ങൾ തന്നെയാണ് ക്ഷേത്രങ്ങളെ പച്ചപ്പിനാൽ മൂടി ഏറെ മനോഹരമാക്കുന്നത്. ക്ഷേത്ര കാഴ്ചകൾ എന്നും കാണാനായി വരാൻ പറ്റിയ സമയം മൺസൂൺ കാലമാണ്. ക്ഷേത്രത്തെക്കുറിച്ച് പറയാം. വിഷു, അഷ്ടമി രോഹിണി, ഭാഗവത സപ്താഹം എന്നിവയുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും ഇവിടെ നടക്കാറുണ്ടത്രേ. വിഷു മഹോത്സവം അതിഗംഭീരമായാണ് ആഘോഷിക്കുന്നത്. വിഷുദിനത്തിൽ സൂര്യൻ്റെ ആദ്യകിരണങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ പതിക്കുന്ന രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എന്നും പറഞ്ഞു കേൾക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. അന്നേ ദിവസം പ്രത്യേക പൂജകളും പ്രസാദകൂട്ടും ഇവിടെ ഉണ്ടാകാറുണ്ട്. ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തോടെയാണ് ഇവിടെ ഭാഗവത സപ്താഹം സംഘടിപ്പിക്കാറുള്ളത്. വൃശ്ചികം 1 മുതൽ 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലത്ത് ക്ഷേത്രത്തിൽ പ്രത്യേക നിറമാലയും ചുറ്റുവിളക്കും നടക്കുന്നു. പലപ്പോഴും നമ്മൾ പലരും ഇത്തരം ഗ്രാമങ്ങളിൽ ഉള്ള കാവുകളോ ക്ഷേത്രങ്ങളോ കണ്ടിട്ടുണ്ടാകില്ല. കേരളത്തനിമയുള്ള പാടങ്ങളോട് ചേർന്നുള്ള കാവുകളും ക്ഷേത്രങ്ങളും മനുഷ്യ മനസ്സുകളിൽ നൽകുന്ന ശാന്തതയും സമാധാനവും ഭക്തിയും അനുഭവിച്ചറിയണമെങ്കിൽ ഇത്തരം ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിൽ വരിക തന്നെ വേണം. ഈ പ്രദേശത്തെ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത്. മഴക്കാലത്താണ് ഈ ക്ഷേത്രം ഏറെ മനോഹരമാകുന്നത്. ക്ഷേത്രവിശേഷങ്ങൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.